ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റിയുടെ ഡെയിലി അനലൈസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ 22,055 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഒരു പ്ലസ് 26 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയത് 22,081 എന്ന ലെവലിലായിരുന്നു. അതിനുശേഷം 21,875 ലെവൽ ലോ ടെസ്റ്റ് ചെയ്തു എങ്കിലും ഇന്നലത്തെ ക്ലോസിംഗിനെ അപേക്ഷിച്ച് ഒരു 161 പോയിന്റ് പ്ലസോടുകൂടി ഇന്ന് 22,216 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നിഫ്റ്റി ആകെ നൽകിയ മൂവ്മെന്റ് 377 പോയിന്റിന്റേതാണ്. അപ്പോൾ ഇത്രയധികം മൂവ്മെന്റ് തന്ന ഇന്നേ ദിവസം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് ആദ്യമേ തന്നെ ഒന്ന് പരിശോധിക്കാം. സ്ക്രീനിൽ കാണുന്നത് പോലെ 22,100 എന്ന ലെവലിലായിരുന്നു നമ്മുടെ ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ. അതുപോലെ തന്നെ 21,996 എന്ന ലെവലിൽ റെഡ് ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. ഇതിനിടയിൽ ബ്ലാക്ക് ലൈനുകളും. ഇന്ന് പ്രൈസ് ഓപ്പൺ ആയത് നമ്മുടെ അപ്പർ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ലൈനിന്റെ അടുത്ത് തന്നെയാണ്. അതിനുശേഷം ചെറിയ പോയിന്റുകൾക്ക് മൂവ് ചെയ്തു എങ്കിൽ പോലും സ്ക്രീനിൽ കാണുന്ന പോലെ ഓപ്പൺ ചെയ്തത് 22,081 എന്ന ലെവൽ, അതിനുശേഷം മൂവ് ചെയ്തത് 22,094 എന്ന ലെവൽ വരെ മാത്രം. അവിടെ നിന്നും ഡൗൺവേർഡ് പോരുകയാണ് ചെയ്തത്. ഡൗൺ വന്നത് ആവട്ടെ നമ്മുടെ ലോവർ സൈഡിലെ ബ്ലാക്ക് ലൈനിൽ വരെ കൃത്യമായും എത്തിയിരുന്നു. എന്നാൽ തുടർന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്നു. അത് റെഡ് ലൈനിന് താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലിന് താഴെ ക്ലോസ് ചെയ്ത് കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 21,969 എന്ന ലെവൽ രേഖപ്പെടുത്തി ടെസ്റ്റ് ചെയ്തതിനു ശേഷം അപ്വേർഡ് മൂവ് ചെയ്ത് ഇവിടെ വന്ന് വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് മൂവ് ചെയ്യുകയും റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയുമാണെങ്കിൽ പിന്നീട് കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ ജോയിൻ ചെയ്ത് ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അഥവാ സ്ട്രിക്റ്റ് ആയി 22,100 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് നൽകാം എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ നൽകിയ ലോയാണ്. അപ്പോൾ ഇവിടെ നിന്നും എൻ്റർ ചെയ്ത് ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ ഓർ ഗ്രീൻ ലൈൻ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയ ഒരാൾക്ക് അതുവരെ നൽകിയ ലോ ടാർഗറ്റായി ലഭിച്ചു. അഥവാ പെട്ടെന്നുള്ള ഫാൾ ആയതുകൊണ്ട് സാമാന്യം ഭേദപ്പെട്ട ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒരു 120 പോയിന്റിന്റെ ഫോൾ മിനിമം ഒറ്റ ഒരു 15 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 2, 3, 5 മിനിറ്റ് ക്യാൻഡിലിനുള്ളിൽ 120 പോയിന്റ് ഇൻഡെക്സ് നിഫ്റ്റി ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്തിരുന്നു അറ്റ് എ ടൈം. അപ്പോൾ ഒരു ഓപ്ഷൻ ഒരു ATM ഓപ്ഷൻ എടുത്ത് ട്രേഡ് ചെയ്തിരുന്ന ഒരാൾക്ക് പോലും സാമാന്യം ഭയങ്കരമായ നല്ല ഭേദപ്പെട്ട ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ടാകും. എന്നാൽ തുടർന്ന് പ്രൈസ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഈ ലെവലിൽ പ്രൈസ് എത്തുമ്പോൾ തന്നെ ഞാൻ ഇന്നത്തെ ഹീറോ സീറോ എന്ന ലെവലിൽ നമ്മുടെ ചാനലിൽ ഷോർട്സ് വീഡിയോ ആയി പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് കൃത്യമായി കാണാൻ 150-ലധികം പേർ കണ്ടതായി കാണുന്നുണ്ട്. അവർക്ക് കൃത്യമായി കാണുകയും ഞാൻ കൊടുത്ത സംജ്ഞ മനസ്സിലാവുകയും ചെയ്തു എങ്കിൽ അവർക്കും സാമാന്യം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു റെഡ് ലൈൻ, ഇവിടെ ആയിരുന്നു ഗ്രീൻ ലൈൻ, ഇവിടെ ബ്ലാക്ക് ലൈൻ, ഇങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് ഒരു സമയം കാണിച്ചു എങ്കിൽ പോലും ഇവിടെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരുന്നില്ല, മറിച്ച് വീണ്ടും കയറി ഈ ഗ്രീൻ ലൈനിന് മുകളിൽ കയറിയതിനു ശേഷം ഡൗൺവേർഡ് വന്ന് ഒരു എൻട്രി തന്ന് സ്റ്റോപ്പ് ലോസ് ഇതുവരെ ഈ ലോ നൽകി അപ്വേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്തവർക്ക് ഇന്നത്തെ പ്രോഫിറ്റ് ഭീകരമായിരുന്നു എന്ന് വേണം പറയാൻ. എന്തായിരുന്നാലും കൃത്യമായ സമയത്ത് എൻ്റർ ആവാൻ കഴിഞ്ഞു. സാമാന്യം നല്ല ലെവലിലുള്ള ടാർഗറ്റ് ഇന്ന് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. നിങ്ങൾക്കും അത് സാധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാൻ ട്രേഡ് ചെയ്തിരുന്ന ഓഫ് സ്ട്രൈക്കുകൾ ഇതായിരുന്നു. ഇന്ന് നിഫ്റ്റി വീക്ക്ലി ക്ലോസിംഗ് ഡേ ആയിരുന്നുകൊണ്ട് ഹീറോ സീറോ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു സ്ട്രൈക്ക് 22,000 ആയിരുന്നു. ഒന്ന് 21,950 എന്ന സ്ട്രൈക്കുമാണ് ഉപയോഗിച്ചത്. ഈ ലെവലുകളിലായിരുന്നു ഞാൻ എൻ്റർ ചെയ്തത്. ഈ ലെവലിൽ നിന്നും ഫാസ്റ്റിലത്തെ ടാർഗറ്റ് കവർ ചെയ്തിരുന്നു എങ്കിലും പിന്നീട് വീണ്ടും റീജോയിൻ ചെയ്തു, ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇന്ന് നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടു നിന്നവർക്ക് പോലും ഒരു കോൾ ഓപ്ഷൻ എടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായും ലാഭം കിട്ടിയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. എന്തായിരുന്നാലും ഇന്നത്തെ ദിവസം നല്ല ഒരു ട്രേഡിംഗ് ദിനമായിരുന്നു. നിഫ്റ്റി പുതിയ ഹിസ്റ്റോറിക്കൽ ഓൾ ടൈം ഹൈ തന്നു എന്ന് വേണം പറയാൻ. കേവലം 3 പോയിന്റിൻ്റെത് മാത്രമാണ് എങ്കിലും ഒരു വണ്ടർഫുൾ ഡേ ആയിരുന്നു ചുരുക്കത്തിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തി നാളെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് നോക്കാം. നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 22,253 എന്ന ഇന്നത്തെ ഹൈ
ഗ്രീൻ ലൈൻ ലെവൽ, സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ. അതുപോലെ തന്നെ 22,253 എന്ന ഇന്നത്തെ ഹൈ ആണ് ഞാൻ ഗ്രീൻ ലൈൻ ലെവൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതായത് സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ. അതുപോലെ തന്നെ 22,148 എന്ന ലെവലിൽ റെഡ് ലൈനും സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. ഇതിനിടയിൽ 22,164, 22,235 എന്ന ലെവലുകളായി ബ്ലാക്ക് ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നാളെ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും 22,148 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യമേ വേണ്ടത് ഗ്രീൻ ലൈൻ എന്ന് പറയുന്ന ഇന്നത്തെ ഹൈ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ്. അതിനുശേഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഉറപ്പ് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ തന്നെ വാങ്ങി അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ നൽകിയ ഉയരമാണ്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഫർദർ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് സ്ക്രീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22,278, 22,317, 22,371, 22,432 എന്ന ലെവലുകളാണ്. എന്നാൽ 22,371 ലെവലുകൾ വരെ നമുക്ക് കിട്ടിയേക്കാം എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. പ്രൈസ് അപ്വേർഡ് ആണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം നൽകുന്നത് എങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും ഗ്രീൻ ലൈൻ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺ ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യമായി വേണ്ടത് റെഡ് ലൈനിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ്. അതിനുശേഷം വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടിയാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും ഒരു സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്ന ഏരിയയിൽ നിന്നും ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഉയരം ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് താഴെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. 22,109, 22,055, 21,985 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഡൗൺവേർഡ് ഡയറക്ഷൻ ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നത്. നാളെ ഫ്രൈഡേ ആകുന്നതുകൊണ്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഥവാ ഒരു പക്ഷേ ഉണ്ടായാൽ സാമാന്യം നല്ല ഒരു ഫോൾ ലഭിച്ചേക്കാം. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയകളിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ അവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക്, അത് ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം ഓർ തൊട്ട് മുകളിലുള്ള രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അങ്ങനെയെങ്കിൽ 22,253 എന്ന് പറയുന്ന ഗ്രീൻ ലൈൻ ലെവലാണ്. അതിന് താഴെ ബ്ലാക്ക് ലൈൻ ആണ്. ഈ ഏരിയയിൽ നിന്നും വീണ്ടും പ്രൈസിന് സപ്പോർട്ട് എടുക്കാവുന്നതാണ്. സപ്പോർട്ട് എടുത്ത് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ പുതിയ ഡേയ്സ് ഹൈ തരാതെ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്ന പക്ഷം ഡേയ്സ് ഹൈ അതുവരെ നൽകിയ ഉയരം സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ അതുവരെ നൽകിയ ലോയാണ് ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്. അതിനിടയിൽ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് ഡൗൺവേർഡ് ഡയറക്ഷൻ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്നാൽ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ഈ ഏരിയയിൽ എവിടെ വന്നാലും ഇത് പ്രൈസ് അപ്വേർഡ് പോകാൻ പറ്റിയ സപ്പോർട്ട് ഏരിയകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ എവിടെ വന്നു കഴിഞ്ഞാലും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന ഒരു കൺവിക്ഷൻ ലഭിച്ചാൽ അതുവരെ നൽകിയ ലോ ഓർ സ്ട്രിക്റ്റ് അതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് റെഡ് ലൈൻ ലെവലാണ്, അതിനു മുകളിൽ ബ്ലാക്ക് ലൈൻ. അങ്ങനെയെങ്കിൽ ഈ ഏരിയകളിലോട്ട് വീണ്ടും പ്രൈസിന് കടന്നു വരാവുന്നതാണെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വരുന്നു. ഇന്നത്തെ പോലെ തന്നെ നല്ല മൂവ്മെന്റ് നാളെയും നിഫ്റ്റിയിൽ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ. തീർച്ചയായും നമ്മുടെ ഷോർട്സ് വീഡിയോ, എൻ്റെ ട്രേഡിംഗ് പൊസിഷനുകൾ സമയം അനുവദിക്കുന്നതാണെങ്കിൽ നിങ്ങൾ കണ്ട് നിങ്ങൾക്കും കൂടി ആ ഒരു ട്രേഡ് ബോധ്യപ്പെട്ട് അതിനകത്ത് എൻ്റർ ആവാൻ ഒരു സാധ്യത ഉണ്ടായാൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റർ ആവാൻ ഒരു ടൈം ലഭിക്കുന്ന ഒരു പൊസിഷനാണ് എങ്കിൽ ഞാൻ ഷോർട്സ് വീഡിയോ ആയി നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് എങ്കിൽ, അങ്ങനെ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് വെക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല
ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.